സാറേ, ഇത് ആ ഫസ്റ്റ് വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി, സോറി. 800x300 നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഡക്റ്റിൻ്റെ വിഡ്ത്തും ഹൈറ്റും. ഇത് ലാസ്റ്റ് ഉള്ള ഡക്റ്റിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 300x250. ഇതാണ് നമ്മുടെ ഡക്റ്റിൻ്റെ എല്ലാത്തിൻ്റെയും വിഡ്ത്ത്. ഇതും പക്ഷേ ഈ കോളറും ഇതിൻ്റെ ഒക്കെ ഇതിന് വേണ്ടി മെഷീൻ, അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ഈ മെഷീൻ്റെ ഒരു 25 സെൻറ്റിമീറ്റർ ഈ ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളൂ. 25 സെൻറ്റിമീറ്റർ ഈ ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളൂ. ഈ മെഷീൻ്റെ എല്ലാ സപ്ലൈയും അതേപോലെ തന്നെ ഡിസ്ചാർജും എല്ലാ പൈപ്പിങ്ങും ഡ്രെയിനേജ് പൈപ്പ് വരുന്ന റൈറ്റ് സൈഡിലാണ് എല്ലാ മെഷീൻ്റെയും. അപ്പം ഈ മെഷീൻ കുറച്ച് ഭിത്തിയോട് ചേർന്നിരിക്കും. എന്നാലും ആ മെഷീൻ്റെ ആ വലിപ്പത്തിനനുസരിച്ച് ഈ കോളറിൻ്റെ വലിപ്പം കൂടും. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, ഈ ഐസോ പാനലിങ്ങിൻ്റെ ഇതിൻ്റെ വലിപ്പം വന്നിട്ട് ഏകദേശം 150 സെൻറ്റിമീറ്ററിൽ വരും. 150 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിന് താഴെ ഇരുന്നുള്ള സപ്പോർട്ട് 1.5 മീറ്ററിന് താഴെ ഇരുന്നുള്ള സപ്പോർട്ട്. അപ്പം ഈ ഡക്റ്റ് വരുന്നത് ശരിക്കും ആ അമ്പലത്തിൻ്റെ മേൽക്കൂരയുടെ ആ സൈഡിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്കൊരു വിഷം വേണം, ഇതെങ്ങനെ ഈ പറഞ്ഞതുപോലെ തന്നെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളത്. അതൊന്ന്. പിന്നെ ഇതിനകത്ത് പെർഫെക്റ്റായിട്ട് ഈ റിട്ടേണിന് വേണ്ടി ഇവിടെ നിന്നുള്ള എയറും ബാക്കിയുള്ളതെല്ലാം സപ്ലൈ ഞാൻ കൊടുത്തിരിക്കുന്നത് എല്ലാം സപ്ലൈ ഡക്റ്റിന് മാത്രമാണ് ഗ്രില്ല് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു എസ്തറ്റിക് ലുക്കിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇതിൻ്റെ ഒരു യൂണിഫോമിറ്റി കിട്ടുന്ന രീതിയിൽ റിട്ടേൺ ഗ്രില്ലും കൂടെ കൊടുക്കാൻ പറ്റും. അതിന് ബുദ്ധിമുട്ടില്ല. ഒറ്റത് എന്നാന്ന് പറഞ്ഞാൽ, ഇത് സാറ് ഇതിൻ്റെ വീതി ഞാൻ കൊടുത്തിരിക്കുന്നത് 60 സെൻറ്റിമീറ്റർ ഇൻറ്റു അല്ലെങ്കിൽ 600x300. 600x300 ആണ് ഞാൻ കൊടുത്തിരിക്കുന്ന ഇത്. അതേപോലെ തന്നെ ഇത് ഫ്ലോറിൽ ഇരുന്ന് സൗത്ത് സൈഡ് ഇൻസൈഡ് ഇതെല്ലാം ഫ്ലോറിൽ ഇരുന്ന് ഒരു 4 ഞാനത് കാണിക്കാറുണ്ട് സാർ. ഡയമെൻഷൻ ഇതെല്ലാം ഒരു 428 സെൻറ്റിമീറ്റർ, അതായത് ടോപ്പ് 428 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ വരുമ്പം 340 സെൻറ്റിമീറ്റർ. ഇതെല്ലാം ലേഔട്ട് കറക്റ്റായിട്ട് വരും. ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്ന കൂട്ടത്തിൽ നിന്ന് കാണിച്ചു പോയെന്നേ ഉള്ളൂ. 428 ഇതിൻ്റെ ഗ്രില്ലിൻ്റെ ടോപ്പാണ്. ബോട്ടം വരുമ്പം 4 മീറ്ററിൽ തുടങ്ങും. ഇത് വരുമ്പം 3.5 മീറ്ററിൽ തുടങ്ങും എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചാണ് സാർ. അപ്പോൾ ഇതാണ് ഹൈറ്റ്. ഇതിൻ്റെ താഴോട്ട് ഇവിടെയായിട്ട് നമുക്ക് യൂണിറ്റ് വെക്കാൻ പറ്റത്തില്ല, അതറിയാമല്ലോ. അത് നമുക്ക് ഹൈറ്റ് തീരെ കുറഞ്ഞും പോയി, രണ്ടാമത് കണ്ടിന്യൂഷൻ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, റിട്ടേൺ എടുക്കാൻ പറ്റത്തില്ല. അപ്പം റിട്ടേൺ എയറിൻ്റെ ഒരു അഷുറൻസ്, ഡ്രെയിനേജിൻ്റെ പൈപ്പിങ്, ഇതെല്ലാം നോക്കണം. നോർത്ത് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് കിച്ചൻ്റെ മേളിലുള്ള യൂണിറ്റ്. ഈ കിച്ചൻ്റെ മേളിലുള്ള യൂണിറ്റിൻ്റെയും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, 2 യൂണിറ്റ് ഇതിനകത്ത് വരും, ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഈ ഓപ്പോസിറ്റ് വരുന്നതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞ പോലെ റിട്ടേൺ എയർ വേറൊരു മെഷീൻ എടുക്കാൻ പാടില്ല. സപ്ലൈ പ്രോപ്പറായിട്ട് നമുക്ക് അപ്പോഴേ കൊടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇതിന് 2 മെഷീന് റിട്ടേണിൻ്റെ എയർ വലിക്കുമ്പോൾ എന്താണേലും അത് അവിടെ ഒരു സെക്ഷൻ പെർഫെക്റ്റായിട്ട് വരും. അത് നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഒരു സേഫ്റ്റിക്കും കൂടെ, അഡീഷണൽ സേഫ്റ്റിയും കൂടെ. ഒരു മെഷീൻ വലിക്കുന്ന വേറൊരു മെഷീനും രണ്ടും കൂടെ വലിച്ച് CFM കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്കൊരു പാർട്ടീഷൻ കൂടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ റിട്ടേൺ ഗ്രില്ലിൻ്റെ വലിപ്പം നമ്മൾ 1 മീറ്റർ വലിപ്പം വെച്ചിരിക്കുന്നതിൻ്റെ കാരണം ആ ഒരൊറ്റ ഇതിലൂടെയാണ് റിട്ടേൺ വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ അഡീഷണൽ റിട്ടേണിന് വേണ്ടി ഇത് കൊടുക്കാം. എന്നാലും ഈ മെഷീൻ്റെ ബാക്ക് സൈഡിൽ ഒരു സ്റ്റഡി ആയിട്ടുള്ള സപ്ലൈക്കുള്ള സൗകര്യം ഇല്ലെങ്കിൽ അത് റിട്ടേൺ പ്രശ്നം വരും. അതുകൊണ്ടാണ് അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ നമ്മൾ അങ്ങനെ കൊടുക്കാൻ കാരണം. ബാക്കിയുള്ളതെല്ലാം നമ്മൾ പ്രയോജനപ്പെടുമെങ്കിലും
ഇത് പ്രയോജനപ്പെടുന്ന പോലെ അത് പ്രയോജനപ്പെടത്തില്ല. അപ്പം ഈ റിട്ടേൺ ഗ്രില്ല് ഒഴിവാക്കിയിട്ട് മറ്റേ ഗ്രില്ലുകൾ മാത്രം മതിയെന്ന് ചോദിച്ചാൽ അപ്പം മെഷീന് സപ്ലൈ ഇഷ്യൂ വരും. ഇതിൻ്റെ ഔട്ട്ഡോർ വിൻഡോ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ടോപ്പ് വ്യൂ ഈ ഡക്റ്റിൻ്റെത് കണ്ടോ, ഇത് ഈ ഫ്ലോ CF കുറയുന്നതനുസരിച്ച് ഇതിൻ്റെ പോയി 30x250 ആവും. എന്നിട്ട് ഇത് ഞാൻ ഈ 4 കോളറ് ഇതുണ്ട്, ഇതാണ് നമ്മുടെ ഇത് പോണ്ടാണ്, നമ്മുടെ പോണ്ട്. ഈ പോണ്ടിൻ്റെ സൈഡിൽ ഇതാണ് വാഷ് ഏരിയ ഇപ്പം നിലവിലിരിക്കുന്നത്. ആ വാഷ് ഏരിയയുടെ ഇതിൽ പോകുന്നു. ഹൈറ്റ് നേരത്തെ പറഞ്ഞ പോലെ 4 മീറ്റർ ഹൈറ്റിലായിരിക്കും ഈ പറഞ്ഞ ഡക്റ്റ് ഗ്രില്ല് പോകുന്നത്. എന്നിട്ട് ഇവിടെ സാറ് ഇത് ഒഴിവാക്കുക, അതായത് ഇതിങ്ങനെ ക്രോസ് പോകണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മളൊരു ശ്രമം നടത്തിയത്. ഈ ക്രോസ് പോകാതെ ഇത് എന്നാ ചെയ്യാൻ പറ്റും? അപ്പം ഈ ഐസോ പാനലിംഗ് ഒക്കെ ചെയ്യുമ്പം വീണ്ടും ഈ പോണ്ടിൻ്റെ സൈഡിലൊക്കെ അപ്പം അത് നിന്ന് ചെയ്യാനും പിന്നെ ഇതിന് താഴെ സപ്പോർട്ട് കൊടുക്കാനും പിന്നെ ഈ ഹൈറ്റിൽ ഇതിപ്പോൾ 4 മീറ്ററിലാണ് നിൽക്കുന്നത്. അതിൽ പോകുമ്പോൾ ഷെയ്ഡിൻ്റെ മേളിൽ പോകുമ്പം വീണ്ടും ഹൈറ്റിന് വേരിയേഷൻ വന്നാൽ അപ്പം ഓഫ് സെറ്റിലോട്ടൊക്കെ പോകും, അത് കോംപ്ലിക്കേഷനിലോട്ട് പോകുന്നത് കാരണമാണ്. അങ്ങനെ എത്രത്തോളം സിമ്പിളാക്കാൻ പറ്റുമോ അത്രത്തോളം സിമ്പിളാക്കിയാണ് ഇത് അകത്തോട്ട് കൊണ്ടുപോയത്. അകത്തോട്ട് സാറത് കവർ ചെയ്യുക. അതേപോലെ തന്നെ ഈ മെഷീന് ഇത് നമ്മുടെ കോൺഫറൻസ് സൈഡിലെ മെഷീൻ, ഈ മെഷീന് ഈ പാസേജിൽ ആദ്യം വെക്കാൻ പറ്റുമെന്ന് നോക്കി. അതേപോലെ തന്നെ ഈ നിലവിലെ ഈ മെഷീൻ തന്നെ ടണ്ണേജ് കൂട്ടി ഈ പറഞ്ഞ പോലെ പുറത്തുകൂടെ കൊണ്ടുപോകാൻ നോക്കി. അപ്പം എല്ലാത്തിനകത്തും ഒരു ഫാക്ടർ കറക്റ്റ് ആകുമ്പോൾ വേറൊരു ഫാക്ടർ അതിന് കോൺട്രഡിക്ഷൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഇത് സിമ്പിളായിട്ട് ലാസ്റ്റ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റിയത് ഈ മെഷീൻ ഇവിടെ വയ്ക്കുന്നു, ഇൻഡോർ യൂണിറ്റ് ഇവിടെ വയ്ക്കുന്നു. ഇവിടുന്ന് നേരെ സപ്ലൈ ഗ്രില്ല് 6 കോളറ്, ഇതിൻ്റെ ഔട്ട്ഡോർ നേരെ നമ്മൾ ഇങ്ങനെ ഇവിടെ പൊസിഷൻ ചെയ്യും. ഇതാവുമ്പോൾ നമുക്ക് എല്ലാ മെഷീനും ഈസി ആയിട്ട് സർവീസ് ചെയ്യാനും അതേപോലെ തന്നെ അധികം പുറത്തോട്ടൊന്നും ഇത് എക്സ്പോസ്ഡ് ആയിരിക്കത്തില്ല. പിന്നെ നമ്മൾ സീലിങ്ങിനെ ഒരിക്കലും ഒരു ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ ഇത് ഇല്ല. അപ്പം ഇതാണ് സാറേ ഈ പ്ലാനിൻ്റെ ഒരു ചുരുക്കം. ഈ രീതിയിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ ഇതിൻ്റെ ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ഡ്രോയിങ് അല്ല അതുമാതിരിയുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്ത് അതേപോലെ കൊട്ടേഷൻ നോക്കി ഫൈനലായിട്ടുള്ള കൊട്ടേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പം ഇത് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഈ ലേഔട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഓപ്പണിങ് ഇപ്പോൾ ഈ 1 മീറ്റർ ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഈ ഇഷ്ടിക പൊളിച്ച് കെട്ടിക്കഴിഞ്ഞിട്ട് നടുക്ക് ഇഷ്ടിക പൊളിക്കും, എന്നിട്ട് സിമെൻറ്റ് വെച്ച് തേക്കുക, അതൊരു രീതി. ചിലപ്പം ഈ വലിപ്പം കൂടുമ്പോഴേ വലിയ സ്ട്രക്ചറൊക്കെ ആകുമ്പം ഒരു ചെറിയ ബെൽറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ഇതൊക്കെ ചെയ്യാൻ ഇപ്പോഴാണെങ്കിൽ നമുക്ക് സൗകര്യമായിരിക്കും. അപ്പം സ്ട്രക്ചറിന് കോട്ടം തെറ്റാത്ത രീതിയിലും ഇതിനൊക്കെ അത് ഉപയോഗപ്പെടും. ഓക്കെ സാറേ, താങ്ക് യു.